അടുത്ത മുഖ്യമന്ത്രി ആരാകണമെന്ന് ന്യൂസ് മലയാളം പ്രീ പോൾ സർവേയിൽ മനസ്സ് തുറന്ന് വോട്ടർമാർ. പിണറായി തന്നെ മൂന്നാം ഊഴത്തിലും മുഖ്യമന്ത്രിയാകണമെന്നാണ് 36.4% ജനങ്ങളുടെ ആഗ്രഹം. വി.ഡി. സതീശനെ പിന്തുണച്ചത് 22% വോട്ടർമാരാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തലയേക്കാൾ രാജീവ് ചന്ദ്രശേഖരനാണ് ജനങ്ങൾ നിർദ്ദേശിച്ചത്. വനിതാ മുഖ്യമന്ത്രി വേണമെന്ന് ഭൂരിപക്ഷ വോട്ടർമാരുടെയും അഭിപ്രായം. CPIM-നെ തുടർഭരണം ദുഷിപ്പിക്കുമെന്ന് 52.3% ജനങ്ങളുടെ അഭിപ്രായം. ഇതിന്റെ കൂടുതൽ വിവരങ്ങളുമായി സുജിത് ചന്ദ്രൻ നമ്മോടൊപ്പം ചെയ്യുന്നുണ്ട്. സുജിത്, ഈ ജനങ്ങളുടെ മനസ്സറിയാൻ ഇന്നലെയാണ് നമ്മൾ ഈ പ്രീ പോൾ സർവേ ആരംഭിച്ചത്. ഇന്നത്തെ പ്രധാന ചോദ്യം ആരാകും ഇനി മുഖ്യമന്ത്രി എന്നുള്ളതാണ്. ആ ചോദ്യത്തിന് ഏറ്റവും കൂടുതൽ ഉത്തരം ലഭിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആകുമെന്ന് തന്നെയാണ്. ഇനി അപ്പോൾ ഇത്തവണയും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ആകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇതൊരു സർവേയാണ്. സർവേയിൽ നമുക്ക് വെളിവായ കാര്യങ്ങൾ ആണ് നമ്മൾ ഇന്ന് പുറത്തേക്ക് വിട്ടത്. 2 ഘട്ടമായാണ് അഞ്ജലി പറഞ്ഞതുപോലെ ഈ സർവേ നമ്മൾ നടത്തിയത്. ഇന്നലെ ഇതിൻ്റെ ഒരു ആദ്യഘട്ടമായി നമ്മൾ കുറച്ച് വിവരങ്ങൾ പുറത്തുവിട്ടത് ഒരു മൂഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന മട്ടിലായിരുന്നു. ഇന്നിപ്പോൾ ജനങ്ങളുടെ മനസ്സിലിരിപ്പ് സംബന്ധിച്ച കൂടുതൽ വ്യക്തമായ ചില സൂചനകൾ ഈ സർവേയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ കണ്ടെത്തിയ വിവരം ഈ സർവേയുടെ 2ാം ഘട്ടത്തിൽ 2ാം ദിവസം നമ്മൾ പുറത്തുവിട്ടു. ഇതിവിടെ തീരുന്നില്ല. അടുത്ത ശനിയാഴ്ച കൂടുതൽ വ്യക്തമായ കേരളം ആര് ഭരിക്കുമെന്നും സീറ്റ് ഏത് തരത്തിലാവും സീറ്റുകൾ മുന്നണികൾ നേടുന്നത് എന്നത് സംബന്ധിച്ചുമുള്ള വിവരങ്ങൾ പുറത്തുവിടുകയാണ്. അതിനുള്ള സർവേയുടെ 2ാം ഘട്ടം ഇപ്പോൾ ഫീൽഡിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയുമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ അഞ്ജലി സൂചിപ്പിച്ചു കഴിഞ്ഞു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരാകണം അടുത്ത വട്ടം എന്നുള്ളത് ജനങ്ങൾ നമ്മളോട് മനസ്സ് തുറന്നു. നമ്മളുടെ വലിയൊരു സാമ്പിളായിരുന്നു, വളരെ ശാസ്ത്രീയമായി തിരഞ്ഞെടുത്ത സാമ്പിളായിരുന്നു. അതിൽ 36% പേരും പിണറായി വിജയൻ മൂന്നാമതും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകണം എന്ന് പറയുന്നു. അതോടൊപ്പം 22% പേരാണ് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന് പറഞ്ഞത്. ഒരു വനിതാ മുഖ്യമന്ത്രി വേണം കേരളത്തിന് എന്ന് മറ്റൊരു ചോദ്യത്തിന് ഉത്തരമായി വളരെ ഏതാണ്ട് പകുതിയിലേറെ പേർ അഭിപ്രായപ്പെട്ടു. 15% പേരാണ് ഈ ചോദ്യത്തോട്, അതായത് മുഖ്യമന്ത്രി കെ ശൈലജയാവണം എന്ന ചോദ്യത്തോട് പ്രതികരിച്ചത്. പിണറായിക്ക് 36 നമ്പർ എന്നറിയാമല്ലോ. വി.ഡി. സതീശൻ 22% നേരത്തെ പറഞ്ഞു. ഒപ്പം രാജീവ് ചന്ദ്രശേഖർ 9.7%. കൗതുകകരമായ കാര്യം, രമേശ് ചെന്നിത്തലയ്ക്ക് കിട്ടിയ നമ്പർ 9.2%. അതിനേക്കാൾ 0.25% കൂടുതലാണ് രാജീവ് ചന്ദ്രശേഖരന്. ശശി തരൂരിന് 5.1. മറ്റ് ജനങ്ങൾ നിർദ്ദേശിച്ച 2 പേരുകൾ KN ബാലഗോപാൽ 1.3% മാത്രമാണെങ്കിലും ഒപ്പം P രാജീവ് 1% ആളുകൾ നിർദ്ദേശിച്ചു. ഒപ്പം വളരെ സുപ്രധാനമായ ചില ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുകയുണ്ടായി. സൈബർ ഇടത്തിന് മുന്നിൽ ആര്? ഏറ്റവും അവസാനത്ത് നിന്നും മുന്നോട്ട് പോയാൽ അത് CPIM ആണെന്ന് 45% പേർ പറയുന്നു. കോൺഗ്രസ് ആണെന്ന് 23.4%, BJP ആണ് എന്ന് 12.8% പറയുന്നു. ഈ സൈബർ പോരിൽ ഒപ്പം കേരളയിൽ അട്ടിമറിച്ചത് പ്രതിപക്ഷമോ എന്ന് നമ്മൾ ചോദിച്ചു. അതേ എന്ന് 52% പേരും, അല്ല എന്ന് 47% പേരും പറഞ്ഞു. കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായി ഉപരോധിച്ച് ഞെരുക്കുകയോ എന്ന ചോദ്യത്തിന് ഭൂരിപക്ഷം പേരും അതേ എന്നാണ് ഉത്തരം പറഞ്ഞത്. ദേശീയ പാത വികസനം സംഭവിച്ചത് സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടൽ കൊണ്ടാണോ എന്ന ചോദ്യത്തിന് 56% പേരും അതേ എന്ന് പറഞ്ഞപ്പോൾ 43% പേരാണ് അല്ല എന്ന് പറഞ്ഞത്. രാജീവ് ചന്ദ്രശേഖരൻ്റെ വരവ് BJPയെ കൂടുതൽ ഗുണമായോ, BJPക്ക് ഗുണം ചെയ്യുമോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നാണ് ഭൂരിപക്ഷം പറഞ്ഞത്. 65% പേർ ഗുണം ചെയ്യുമെന്ന് പറഞ്ഞത് 34.1% ആളുകളാണ്. ഒപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ചോദ്യം ജമാഅത്തെ ഇസ്ലാമി കേന്ദ്രങ്ങളൊക്കെ അടക്കം ഉയർത്തിയത് CPIM-നൊരു മൃദു ഹിന്ദുത്വ സമീപനമുണ്ടോ എന്ന ചോദ്യത്തിന് ഉണ്ട് എന്ന് പറയുന്നു. 42.1% പേർ ഇല്ല എന്ന് പറഞ്ഞത് കൂടുതലാണ്. 57.9% പേർ. ശബരിമലയിലെ യുവതീ പ്രവേശം, യുവതികളെ കയറ്റിയാൽ കുഴപ്പമുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരം കൗതുകകരമായിരുന്നു. വിവിധ മതവിഭാഗങ്ങൾ തിരിച്ചു തന്നെ നമ്മൾ ആ ചോദ്യം ചോദിച്ചു. മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവരാണ് ഏറ്റവും കൂടുതൽ കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞൊരു കൗതുകമുണ്ട്, 67% പേർ. ഹിന്ദുക്കളിൽ 64% പേർ കുഴപ്പമുണ്ടെന്ന് പറയുമ്പോൾ ക്രിസ്ത്യൻ ജനവിഭാഗങ്ങളിലും 67% പേർ സ്ത്രീകൾ ശബരിമലയിൽ കയറിയാൽ കുഴപ്പമുണ്ട് എന്ന് പറയുന്നു. അതായത് സ്ത്രീകളുടെ ശബരിമല പ്രവേശത്തിൽ കൂടുതൽ കുഴപ്പം കാണുന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങളാണ് എന്ന കൗതുകകരമായ കാര്യം സർവേയിൽ വെളിവായി. ശബരിമലയിലെ യുവതി പ്രവേശം തെറ്റാണെന്ന് പക്ഷേ ഭൂരിപക്ഷം പേർ പറഞ്ഞു, 64%. തെറ്റില്ലെന്ന് പറഞ്ഞത് 36% പേരാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജമാഅത്തെ ഇസ്ലാമി UDFന് ബാധ്യതയാകുമോ എന്ന് ചോദിച്ചപ്പോൾ ആകുമെന്ന് പറയുന്നു 52% പേർ, ഇല്ല എന്ന് 47% പേർ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം നമ്മൾ ചോദിച്ചത്, പൊതുവെ ഉയർത്തുന്ന ഒരു ചോദ്യമാണ് എല്ലാവരും, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ചർച്ചകളിലൊന്നായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കഘട്ടത്തിൽ, തുടർഭരണം CPIM-നെ ദുഷിപ്പിക്കുമോ എന്ന ചോദ്യത്തിന് അതേ എന്ന് പറയുന്നു ഭൂരിപക്ഷം പേർ, 52% പേർ.
അല്ല എന്ന് 47% പേർ. എങ്കിൽ പോലും ഭൂരിപക്ഷം ആളുകളും മുഖ്യമന്ത്രിയായി കാണാൻ ആഗ്രഹിക്കുന്നത് പിണറായി വിജയനെയാണ് എന്ന ഒരു കാര്യവും ഈ സർവേയിൽ വെളിവായി. സർവേ ഇപ്പോഴും തുടരുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ സീറ്റ് നിലയൊക്കെ അനുസരിച്ചുള്ള കൃത്യമായ ഫലസൂചനകളുമായി അടുത്ത ശനിയാഴ്ച ഈ സർവേയുടെ അടുത്ത ഘട്ടം നമ്മൾ വീണ്ടും പുറത്തുവിടാൻ പോകുന്നു. അഞ്ജലി, സുജിത്, ഈ ഇന്നത്തെ സർവേയിൽ മുഖ്യമന്ത്രി ഒരു വനിതയുടെ സാന്നിധ്യം കൂടി ആകണമെന്നുള്ളൊരു ചർച്ചയുണ്ടായിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ്? വനിതയുടെ സാന്നിധ്യം, ക്ഷമിക്കണം, ഞാനതൊന്ന് എടുത്തോട്ടെ. അതായത് പ്രധാനമായും ഒരു വനിതയുടെ സാന്നിധ്യം, ഒരു വനിത മുഖ്യമന്ത്രി ആകണോ എന്ന ചോദ്യത്തിന് ഒന്നിലേറെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിമാർ ഏതായാലും അല്ലെങ്കിൽ സാധ്യതയുള്ളവർ ഏതായാലും ഇല്ല. അത് കെ ശൈലജയെ ചുറ്റിപ്പറ്റിയുള്ള ചോദ്യം തന്നെയാണ്. നേരത്തെ നമ്മൾ ന്യൂസ് ഡയറക്ടർമാർ ആ ചർച്ചയിൽ പറഞ്ഞതുപോലെ ഒരു വനിത കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആകണോ എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായും ഭൂരിപക്ഷം ആളുകളും അങ്ങനെ ആയാൽ കൊള്ളാമെന്ന് പറയുന്നു. പക്ഷേ ഈ ചോദ്യം പർട്ടിക്കുലറായി കെ ശൈലജ മുഖ്യമന്ത്രി ആകണോ എന്ന് ഉദ്ദേശിച്ച് തന്നെയാണ് പ്രതികരിച്ചവർ മനസ്സിലാക്കിയത്. അങ്ങനെ പ്രതികരിക്കുമ്പോഴും വേണമെന്ന് പറയുന്നു 52.9% പേർ. കെ ശൈലജ മുഖ്യമന്ത്രിയായി കാണാൻ ആഗ്രഹമുണ്ട് എന്ന് പറയുന്നു. വേണ്ട എന്ന് പറയുന്നു 47% പേർ. പക്ഷേ മുഴുവൻ ലീഡേഴ്സിനെയും ചേർത്ത് വെച്ച് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി സാധ്യതയുള്ളവരിൽ KC വേണുഗോപാലിൻ്റെ പേര് ഇതിൽ ആരും പറഞ്ഞില്ല എന്നതും ശ്രദ്ധേയമാണ്. അല്ലെങ്കിൽ ആ പട്ടികയിൽ അദ്ദേഹം മത്സരിക്കാത്തതുകൊണ്ട് ഉൾപ്പെടാത്തതുമാകാം. പക്ഷേ എല്ലാവരെയും ചേർത്ത് വെക്കുമ്പോൾ പിണറായിക്ക് 36% പിന്തുണ കിട്ടുന്നു. സതീശന് 22%, ശൈലജ മൂന്നാമത് 15.3% പിന്തുണയാണ് കിട്ടുന്നത്. അതേസമയം തന്നെ ഒരു വനിതാ മുഖ്യമന്ത്രി വേണോ എന്ന ചോദ്യത്തിന് ഭൂരിപക്ഷം പേരും 50%-ലേറെ പേരും വനിതാ മുഖ്യമന്ത്രി വേണമെന്ന് കെ ശൈലജയെ ഉദ്ദേശിച്ചു തന്നെ പറയുന്നു. അഞ്ജലി, ശരി, തിരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതിൻ്റെ ഭാഗമായി നമ്മൾ സംഘടിപ്പിച്ച പ്രീ പോൾ സർവേയുടെ വിശദാംശങ്ങളാണ് സുജിത് ചന്ദ്രൻ പങ്കുവച്ചത്.